ഓണം കളറാക്കാൻ മമ്മൂട്ടിയുടെ ബസൂക്ക എത്തുമെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ. എന്നാൽ ബസൂക്ക ഓണത്തിന് എത്തുമോ ഇല്ലയോ എന്ന ആശങ്കകളാണിപ്പോൾ ആരാധകർ പങ്കുവെക്കുന്നത്. കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഓണം റിലീസിനായി എത്തുമെന്ന് നാളുകൾക്ക് മുൻപ് അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ എത്തിയിരുന്നില്ല. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സിനിമ എത്താൻ വൈകിയേക്കും. 2024 ആദ്യ പകുതിയിൽ റിലീസ് ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞിരുന്ന ബസൂക്കയുടെ ടീസർ പോലും ഇതുവരെയും പുറത്തിറക്കിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ ബസൂക്ക ഉപേക്ഷിച്ചോ എന്ന് പോലും മമ്മൂട്ടി ആരാധകർ ആശങ്കപ്പെട്ടിരുന്നു. കാരണം അത്രയേറെ പ്രതീക്ഷയുള്ളതാണ് വ്യത്യസ്തമായ പ്രമേയത്തിലൊരുങ്ങുന്ന ഈ മമ്മൂട്ടി ചിത്രം. എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ ബസൂക്കയുടെ ചിത്രീകരണം പൂർത്തിയായതായി സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. 3 ഷെഡ്യൂളുകളിലായി 90 ദിവസങ്ങൾ കൊണ്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായതെന്നാണ് പാക്കപ്പായ വിവരം ചിത്രങ്ങൾ സഹിതം ഇവർ പങ്കുവച്ചത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ബസൂക്കയുടെ നിർണായകമായ ഭാഗങ്ങളിലൊന്നായ ഗൗതം വാസുദേവ് മേനോനുമൊത്തുള്ള മമ്മൂട്ടിയുടെ സീൻ ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതിനായി ഇനിയും 2 ദിവസം കൂടി വേണമെന്നും പറയപ്പെടുന്നു. പക്ഷെ പിന്നെന്തിനാണ് ചിത്രം പായ്ക്കപ്പായതെന്ന് പറഞ്ഞതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. മമ്മൂട്ടിയും ഗൗതം വാസുദേവ് മേനോനും നിലവിൽ പേരിടാത്തൊരു പ്രോജക്റ്റിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഷെഡ്യൂളുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് ബസൂക്കയുടെ ചിത്രീകരണം വൈകാൻ കാരണമാകുന്നത്. ഗൗതം വാസുദേവ് മേനോന്റെ മമ്മൂട്ടി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടായിരിക്കും ഇനി ബസൂക്കയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചിത്രീകരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടുമില്ല. എന്തായാലും ബസൂക്ക ഈ വർഷം തന്നെ തിയേറ്ററുകളിലെത്തുമെന്ന് ഉറപ്പാണ്. ബസൂക്കയുടെ ടീസർ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്. ടർബോയുടെ വമ്പൻ വിജയത്തിന് ശേഷം മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുന്നത് ബസൂക്കയ്ക്ക് വേണ്ടിയാണ്. അടുത്തിടെയായി മമ്മൂട്ടി വേറിട്ട കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ്. അങ്ങനെ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കും ബസൂക്ക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടിയുടെ ബസൂക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നും സൂചനകളുണ്ട്. മമ്മൂട്ടിക്കൊപ്പം പ്രവർത്തിക്കുക എന്ന സ്വപ്നത്തിന്റെ സാഫല്യമാണ് ബസൂക്ക എന്നാണ് സംവിധായകൻ ഡിനോ ഡെന്നിസ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥയാണെന്നും മമ്മൂട്ടിയെ പോലെ അനുഭവ പരിചയമുള്ള ഒരു നടനെ സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതുകൊണ്ട് താൻ ത്രില്ലിലാണെന്നും ഡിനോ പറഞ്ഞിരുന്നു. അതേസമയം സിനിമയുടെ കഥ പറയാനായി ഡിനോ ഡെന്നിസ് തന്റെ അടുത്ത് വന്നതിനെ പറ്റിയൊക്കെ മമ്മൂട്ടി നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. അതേസമയം നൂതനമായ ഒരു പ്രമേയമാണെന്നതുകൊണ്ടും ചിത്രത്തിൽ നിരവധി ഗെറ്റപ്പുകളിലൂടെയാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകതയും ബസൂക്കയ്ക്കുണ്ട്. ഇവർക്ക് 2 പേർക്കും പുറമെ സണ്ണി വെയിൻ, ജഗദീഷ്, ഷറഫുദ്ദീൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഡീൻ ഡെന്നീസ്, സ്ഫടികം ജോർജ്, ദിവ്യ പിള്ളൈ, ഷൈൻ ടോം ചാക്കോ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. നേരത്തെ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. പിന്നാലെ വന്ന സെക്കൻഡ് ലുക്കും വലിയ പ്രേക്ഷക സ്വീകാര്യത നേടി. അതേസമയം ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടിയെ നായകനാക്കി മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിന്റെ തയ്യാറെടുപ്പിലാണ്. പേരിടാത്ത ഈ പ്രോജക്റ്റിൽ നടൻ ഗോകുൽ സുരേഷും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഷെർലക് ഹോംസ് സ്റ്റൈൽ ഇൻവെസ്റ്റിഗേറ്ററായി മമ്മൂട്ടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.